ഏൽപ്പിച്ചിരിക്കുന്ന ഓരോരോ ദൈവമക്കളെ ഏൽപ്പിച്ചിരിക്കുന്ന റാങ്കുകളുണ്ട്. അത് അത് ഓരോരുത്തർക്കും ഓരോ റാങ്കാണ്. അതിനെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോഴാണ് ദൈവരാജ്യം വിശാലമാകുന്നത്, ദൈവരാജ്യം വളരുന്നത്, ജനത്തിന് വിടുതലുണ്ടാകുന്നത്. ഇപ്പോൾ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു റാങ്ക് അല്ല നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് അഭിഷേകത്തോടെ നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുമ്പോൾ ആമേൻ ഒരു പ്രത്യേകമായ പ്രൊഫറ്റിക്കൽ റാങ്ക് എസക്കേലിനെ ദൈവം ഏൽപ്പിച്ചു. പക്ഷെ അവൻ കാണുന്നത് എന്താണ്? അവൻ കാണുന്നത് അസ്ഥികളെ കൊണ്ട് നിറഞ്ഞ താഴ്വരയാ. ഏത് സാഹചര്യത്തിൽ നിൽക്കുന്നു, എവിടെ നിൽക്കുന്നു എന്നുള്ളതല്ല ദൈവത്തിന് വിഷയം. കർത്താവിന്റെ വിഷയം ഇതാണ്: നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന റാങ്കിന്റെ അതോറിറ്റി നീ ഉപയോഗിച്ചു തുടങ്ങ്. ഈ പകല് ദൈവം പറയുന്നു, നീ ചോദിക്കുന്നത്, ഈ ദിവസങ്ങളിൽ നീ യാചിക്കുന്നത് എന്ത് യാചിച്ചാലും അതിന്റെ നടുവിൽ ഒരു ചെങ്കടലുണ്ടെങ്കിൽ, അത് നീ കാണുന്നില്ലെങ്കിൽ, ഒന്നും ഇതുവരെ നീ കാണുന്നില്ലെങ്കിൽ, പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, ആ റാങ്കിന്റെ അകത്ത് നീ നിന്നോ, അസ്ഥിയെ നോക്കി നീ പ്രവചിച്ചോ. ഈ ദിവസങ്ങൾ അത് ഓടി വരാൻ പോകുകയാണ്. ഒറ്റക്കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മളിൽ മറഞ്ഞിരിക്കുന്ന ശരിയായ ഒരു വ്യക്തിത്വം, ഒരു കൈയിന്റെ വ്യക്തിത്വം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, അതെപ്പോഴെങ്കിലും പൊങ്ങി വരുന്നുണ്ടെങ്കിൽ, അതെപ്പോഴെങ്കിലും നമുക്ക് തടസ്സമായി, മറ്റുള്ളവർക്ക് തടസ്സമായി വരുന്നുണ്ടെങ്കിൽ, അതിനെ പരിശുദ്ധാത്മാവ് പറയുന്നു, അതിനെ മരിപ്പിക്കുക, കൊല്ലുക, കൊല്ലുക, കൊല്ലുക. ഇന്ന് പകൽ ആത്മാവ് ചിലരോട് ദൂത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു: നാളകൾ പിശാചിൻ്റെതല്ല, നാളകൾ നിങ്ങളുടേതാണ്. ആമേൻ പറയാമോ? ആമേൻ പറയാവോ? നാളകൾ പിശാചിൻ്റെതല്ല, നാളകൾ പിശാചിന്റെ മേഖലകൾ ബ്രേക്ക് ആയി പോകുന്ന ദിവസങ്ങളാണ്. ഗദരദേശത്ത് നിൽക്കുന്നവൻ പറയുന്നു, ഒരുപാട് പേര് ചങ്ങല കൊണ്ട് എന്നെ ബന്ധിച്ചു, ഞാൻ ബലവാനാണ്, ഞാൻ ഇവനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഇവന്റെ ഭാവി, ഇവന്റെ സമ്പത്ത്, ഇവന്റെ ജോലി, ഇവന്റെ ആത്മീയതം എല്ലാം ഞാൻ പിടിച്ചു വെച്ചിരിക്കുകയാണ്. എന്നെ ചങ്ങലക്കിട്ട ചങ്ങലയെല്ലാം ഞാൻ പൊട്ടിച്ചു കളഞ്ഞു. എന്നാൽ ദേ അഭിഷേകത്തോട് ഒരുവൻ കാലുകുത്തിയപ്പോൾ ഈ ബലവാൻ വന്ന് കാൽക്ക വീണിട്ട് പറയുക, സമയത്തിനു മുമ്പേ എന്നെ ദണ്ഡിപ്പിക്കരുതേ. ഇന്ന് പകൽ ആർക്കും കഴിയാത്ത എന്തൊക്കെയോ ഒറ്റ ദൂത് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതുവരെ പിശാചിനെ പ്രവർത്തിക്കാനുള്ള സമയമായിരുന്നെങ്കിൽ, പിശാചിന്റെ പ്രവർത്തനങ്ങൾ ഒരു ദേശത്ത്, നിങ്ങളുടെ കുടുംബത്തിനകത്ത്, സഭയ്ക്കകത്ത് നിന്നു പോകുന്ന നിലകളിൽ അഭിഷേകത്തിന്റെ കൈമാറ്റം ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ മേൽ സംഭവിക്കട്ടെ. റോമ ഷെഗേറിയാൻ ധാലക ഷെഗേറിയ റഗക്ഷോനിയ അന്തരാജനരഹസ്യ. ആരുടെയൊക്കെ റൂമിനകത്ത് പരിശുദ്ധാത്മാവ് തീ പോലെ ഇറങ്ങുന്നുണ്ട്. ആരുടെയൊക്കെ കുടുംബങ്ങൾക്കകത്ത് ദൈവാത്മാവ് തീ പോലെ ഇറങ്ങുന്നുണ്ട്. നീ ചോദിച്ച ഗിഫ്റ്റുകളുമായി, നീ ചോദിച്ച കൃപാവരങ്ങളുമായി, നീ ചോദിച്ച നന്മകളുമായി ഹോളി സ്പിരിറ്റ് ഇന്ന് പകല് മൂവ് ചെയ്യുന്നുണ്ട്. ഇന്ന് പകല് നിന്റെ മുമ്പിലുള്ള ചെങ്കടല് രണ്ടാകും. അവൻ കാരണം നിന്റെ മുമ്പിൽ മൂവ് ചെയ്യുന്നത് ഹോളി സ്പിരിറ്റ് ആണ്. ഇന്ന് പകൽ ദൈവം പറയുന്നു, ഒരു ദേശത്തെ അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന ഗദരദേശത്തെ ശക്തിയുടെ പ്രവർത്തനങ്ങൾ അവിടെ നിന്നു പോവുകയാണ്. ഇന്ന് പകൽ ആത്മാവ് ചിലരെ നോക്കി ദൂത് പറയുന്നു. ഞാൻ വ്യക്തിപരമായി ആരോടും ദൂത് പറയുന്നില്ല, ഞാൻ നിങ്ങളുടെ കോമണായി ദൂത് പറയുന്നു. നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന പൈശാചിക മേഖലകളുടെ പ്രവർത്തനങ്ങൾ ഇന്ന് പകൽ സ്റ്റോപ്പാകാൻ പോവുകയാണ്. അടകടക ജനതരക അത് സ്റ്റോപ്പാകുന്ന സമയം മുതൽ വീടിനകത്ത് റിസ്റ്റോറേഷൻ നടക്കാൻ തുടങ്ങും. വീടിനകത്ത് റിസ്റ്റോറേഷൻ നടക്കാൻ തുടങ്ങും. അടാ മന റക ധന ചല ധന. ഒരു പിശാച് അവൻ ഇയോവ് അറിയാതെ, ഒരു പിശാചി ഇയോവിന്റെ വീടിനകത്ത് കയറി അവന്റെ സമ്പത്ത് അപകരിച്ചുകൊണ്ടുപോയി, അവന്റെ ആരോഗ്യം അപകരിച്ചുകൊണ്ടുപോയി, അവന്റെ തലമുറകളെ അപകരിച്ചുകൊണ്ടുപോയി. അവൻ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നിടത്തു നിന്നും ചുഴലിക്കാറ്റിൽ അവസാനം ദൈവം ഇറങ്ങി വന്നിട്ട് പറയുന്നു, ഇയോവേ, നിനക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാമെന്ന് നീ ചിന്തിച്ചു, പക്ഷെ ഒരു കാര്യം നിനക്ക് അറിയത്തില്ല, നിന്റെ വീടിനകത്ത് കയറിയ പൈശാചിക ശക്തി ഏതാണെന്ന്. ചുഴലിക്കാറ്റിൽ ഇറങ്ങി വന്ന് ദൈവം ഒരു വെളിപ്പാട് പറയുന്നു, അവൻ മഹാനക്രത്തെ ചൂണ്ടലിട്ട് നിനക്ക് പിടിക്കാമോ? അപ്പൊ അത് നിങ്ങൾ മനസ്സിലായോ? അവൻ വീടിനകത്ത് ഓടി നടന്ന് പ്രവർത്തിക്കുന്ന, വീടിനകത്ത് മറഞ്ഞിരിക്കുന്ന ശക്തിയെ എതിർക്കാനോ പിടിക്കാനോ നീ നിഷ്കളങ്കനാണെങ്കിലും ദോഷം വിട്ടതിനാണെങ്കിലും ഇതുവരെ നിനക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷെ ദൈവം പറയുന്നു, ഇപ്പോൾ ഞാൻ ചുഴലിക്കാറ്റ് ഇറങ്ങി വന്നത് നിന്റെ വീടിനകത്തുള്ള അവന്റെ പ്രവർത്തനങ്ങൾ നിന്നു പോകാൻ പോകാം. ഓ ഞാൻ ഇനി ചിലത് തുടങ്ങാൻ പോകുക. അഭിഷക്തന്മാരെ വിശ്വാസം ഉണ്ടോ? കർത്താവിന്റെ ദാസനെ ഐസക് പാസ്റ്റർ ദൈവാത്മാവ് പറയുന്നു, ചിലത് ഞാൻ തുടങ്ങാൻ പോകുകയാണ്. ചെന്നൈയിൽ നിന്നും ഒരു ഫാമിലിയുടെ കോൾ വരും. പരിശുദ്ധാത്മാവ് അങ്ങനെ ദൂത് പറയുന്നു, പ്രാർത്ഥിച്ചു. അതിന്റെ ഘടക അതൊരു തുടക്കമാണെന്ന് ദൈവാത്മാവ്. ചെന്നൈയിൽ ഒരു ഫാമിലി, ഒരു കോണ്ടാക്ട് ഉണ്ടാകും. അഭിഷക്തരോട് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. അവരുടെ വിഷയം
പ്രാർത്ഥിച്ച് അതിന്റെ അകത്തൊരു ദൈവപ്രവൃത്തി ഉണ്ടാകും. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോളം അതിനകത്തൊരു ദൈവപ്രവൃത്തി ഉണ്ടാകും. അത് മിനിസ്ട്രി സംബന്ധമായ പല വാതിലുകളായി പല ഇടങ്ങളിലേക്ക് ദൈവാത്മാവ് ഉറവ പോലെ തുറന്നു തരും. കർത്താവിന്റെ ആത്മാവ് അഭിഷക്തനോട് ഇടപെടുകയാണ്. ഹല്ലേലൂയ. അവൻ പൈശാചികമാകുന്ന പ്രവർത്തനങ്ങൾ ചില വീടിന്റെ അകത്ത് നിന്നു പോകത്ത നിലകളിൽ ദൈവാത്മാവ് ഈ ദിവസങ്ങളിൽ കരം പിടിച്ച് ഉപയോഗിക്കാൻ പോവുകയാണ്. കർത്താവ് പറയുന്നു, ചെങ്കടലെ കാണുന്നുള്ളെങ്കിലും ഒന്നും കാണുന്നില്ലെങ്കിലും നിരാശപ്പെടേണ്ട, ഭാരപ്പെടേണ്ട, നിന്നെ ഏൽപ്പിച്ചത് എന്റെ പദ്ധതിയാണെന്ന് കർത്താവ് ഇടപെടുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്യുന്നു. ആമേൻ. എന്ത് യാചിച്ചാലും അവങ്കിൽ നിന്ന് ലഭിക്കുന്നു. ദൈവത്തിന് ഒറ്റ ശബ്ദം പറയാനുണ്ട്: മുമ്പോട്ട് പോകാം, ഭാരപ്പെടണ്ട, മുൻപോട്ട് പോകാം. എത്ര വലിയ വിഷയമാണെങ്കിലും നിരാശപ്പെടണ്ട. എന്നെയും നിങ്ങളോട് പരിശുദ്ധാത്മാവ് ഈ ആരാധനയെ പറയുന്നു, മുമ്പോട്ട് പോകാം. നിശ്ചയമായും നിങ്ങളൊരു വഴി കാണും, ഒരു ദൈവപ്രവൃത്തി കാണും, ഒരു ആത്മീയ വളർച്ച ഉണ്ടാകും, ദേശം വിടുവിക്കപ്പെടും, നമ്മുടെ ഇന്ത്യ രാജ്യം, ഈ മഹാരാജ്യം വിടുവിക്കപ്പെടും, ദൈവപ്രവൃത്തികൾ കാണും. ദേശത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പൈശാചിക പ്രവർത്തനങ്ങൾ നമ്മിലൂടെ, നമ്മുടെ ശുശ്രൂഷയിലൂടെ, അഭിഷേകത്തിലൂടെ അത് സ്റ്റോപ്പാകും. ദൈവപ്രവൃത്തി ആരംഭിക്കാൻ തുടങ്ങും. കരമയോർത്തിട്ട് നല്ല ആമയെ പറയാം. എന്നെ ഈ വചന ശുശ്രൂഷയ്ക്ക് ക്ഷണിക്കുകയും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നൽകുകയും ചെയ്ത കർത്താവിന്റെ അഭിഷേകത്തിനോട്, ദൈവമക്കളോട്, ദൈവസഭയോടുള്ള നന്ദി പറയുന്നു. 2 മിനിറ്റുകൾ മുന്നോട്ട് പോയി ഞാൻ ക്ഷമ ചോദിക്കുന്നു. കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ. ആമേൻ.